ചായക്കറ പുരണ്ട ഭാഗ്യരേഖകൾ. ഓരോ പുലരിയും എനിക്ക് ചായയുടെ മണമുള്ളതാണ്. ബസ് സ്റ്റാൻഡിന്റെ ആ തിരക്കേറിയ കോണിലെ ചെറിയ ചായക്കട. അവിടെ ബെഞ്ചിലിരുന്ന് ആവി പറക്കുന്ന ഗ്ലാസ് ചുണ്ടിനോടടുപ്പിക്കുമ്പോഴാണ് ഞാൻ അയാളെ ശ്രദ്ധിക്കാറുള്ളത്. നരച്ചു വെളുത്ത മുടിയും ചുളിവുകൾ വീണ മുഖവുമുള്ള ഒരു വൃദ്ധൻ. മുഷിഞ്ഞ ഷർട്ടിന്റെ പോക്കറ്റിൽ ലോട്ടറി ടിക്കറ്റുകൾ തിരുകി ഒരു ചെറിയ കെട്ട് കൈയിൽ മുറുകെ പിടിച്ച് അയാൾ അവിടെ നിൽപ്പുണ്ടാകും. അയാളുടെ കണ്ണുകളിൽ ഒരുതരം ദയനീയമായ തിളക്കമുണ്ട്. ആ തിരക്കിനിടയിലൂടെ നടന്നു വരുമ്പോൾ അയാൾ പതിയെ അടുത്തുവരും. വിറക്കുന്ന ശബ്ദത്തിൽ ഒരു ചോദ്യം. മോളേ, ഒരു ലോട്ടറി എടുക്കാമോ? ആ ശബ്ദത്തിൽ അപേക്ഷയല്ല, മറിച്ച് തകർന്നുപോയ ഒരു ജീവിതത്തിന്റെ ദീനമായ നിലവിളിയാണ് ഞാൻ കേട്ടത്. ആദ്യമൊക്കെ ആ ടിക്കറ്റ് വാങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു രാത്രി വെളുക്കുമ്പോൾ ജീവിതം മാറിമറിയുന്ന, ലക്ഷങ്ങൾ കൈപ്പിടിയിലൊതുങ്ങുന്ന ആ പഴയ സ്വപ്നം. മറ്റാരെയും പോലെ ഞാനും ആ മാന്ത്രിക സംഖ്യകൾക്ക് പിന്നാലെ പാഞ്ഞു. പക്ഷേ കാലം കടന്നുപോയപ്പോൾ എന്റെ കാഴ്ചപ്പാടുകൾ മാറി. ഓരോ തവണ ആ ടിക്കറ്റ് വാങ്ങി പഴ്സിലേക്ക് മടക്കി വെക്കുമ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞത് മറ്റൊന്നാണ്. എന്റെ പഴ്സിൽ നിന്ന് പോകുന്ന ആ ചെറിയ തുക എനിക്ക് സമ്മാനമായി തിരികെ വന്നില്ലെങ്കിലും ആ വൃദ്ധന്റെ വീട്ടിലെ അടുപ്പിൽ അന്നത്തെ അത്താഴം വേകാൻ അത് കാരണമാകുന്നുണ്ട്. അശരണർക്ക് മരുന്നും ആശ്വാസവും നൽകുന്ന കാരുണ്യ പദ്ധതികളിലേക്ക് അതൊരു ചെറിയ നീർച്ചാലായി ഒഴുകുന്നുണ്ട്. ഇന്ന് ഞാൻ ലോട്ടറി എടുക്കുമ്പോൾ സമ്മാനത്തുകയേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ആരുടെയോ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമാകാൻ എനിക്ക് കഴിയുന്നു എന്ന തിരിച്ചറിവ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ നൽകുന്ന ആ ചെറിയ തുകയേക്കാൾ വലിയൊരു ഭാഗ്യം വേറെന്തുണ്ട്? എങ്കിലും ആ ടിക്കറ്റ് വാങ്ങി മടങ്ങുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പണ്ട് മരിച്ചുപോയ ആ പഴയ മോഹം പതിയെ ഒന്ന് തലപൊക്കും. ഹൃദയം പതുക്കെ മന്ത്രിക്കും, ഇത്തവണത്തെ ഭാഗ്യം ഒരുപക്ഷെ ഇതിലായിരിക്കുമോ? ശരിയാണ്, ലോട്ടറി എല്ലാവർക്കും ഒരു ചൂതാട്ടമല്ല. വിൽക്കുന്നവന് അത് വിശപ്പടക്കാനുള്ള ജീവിതമാണ്. വാങ്ങുന്നവന് അത് നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. അതിനിടയിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന സഹജീവി സ്നേഹമാണ് യഥാർത്ഥ ഭാഗ്യം.